നമ്മുടെ ജീവിതത്തിൽ എത്ര ആഡംബരമുണ്ടായാലും വീട്ടിൽ ഒരു ദൈവിക ശാന്തിയില്ലെങ്കിൽ ആ വീടിനുള്ളിൽ ഒരു ശൂന്യതയുണ്ട്. അങ്ങനെയൊരു ശാന്തിയും സമാധാനവുമാണ് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നൽകുന്നത്. ചില വീടുകളിൽ കടന്നാൽ തന്നെ നമുക്കൊരാശ്വാസം തോന്നാറുണ്ട്. മനസ്സു മയങ്ങുന്ന ഒരു സാന്ത്വന താളം, ഒരു മധുരമുള്ള ദൈവിക ഊർജം. അത് യാദൃച്ഛികമല്ല. അങ്ങനെയൊരു വീടിനകത്ത് ഗുരുവായൂരപ്പൻ തന്റെ സൂക്ഷ്മസാന്നിധ്യം നിലനിർത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾ കൊട്ടാരത്തിലാണോ കുടിലിലാണോ എന്ന് ദൈവം ചിന്തിക്കുന്നില്ല. പകരം നിങ്ങളുടെ കർമ്മങ്ങളാണ് ദൈവം കാണുന്നത്. ഭക്തനോട് ഏറ്റവും അടുത്ത് നിലകൊള്ളുന്ന ആ ദൈവം വീട്ടിൽ പുണ്യമായ ചില ചെറിയ പ്രവൃത്തികളിലൂടെ തന്നെ സാന്നിധ്യം പ്രകടമാക്കാറുണ്ട്. ആ ദൈവിക ഊർജം വീട്ടിൽ സ്ഥിരമായി നിലനിൽക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്നറിയാം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിത്യമായി നമുക്കു ചുറ്റും നിറഞ്ഞു നിൽക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയെല്ലാമാണ്. 1. എല്ലാ രാവിലെയും ദീപം തെളിയിക്കുക. രാവിലത്തെ ആദ്യ പ്രകാശം വീട്ടിൽ തെളിയേണ്ടത് സൂര്യന്റേതല്ല, ദീപമാണ് എന്നു പഴയ ആളുകൾ പറഞ്ഞിരുന്നു. ഒരു ചെറുവിളക്കോ ഒരു നെയ്ത്തിരിനാളമോ തെളിയുമ്പോൾ അതിന്റെ ജ്വാലയിൽ ദൈവസാന്നിധ്യം ഉണരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ജ്വാല ആകാശത്തേക്കുയരുമ്പോൾ അത് നമ്മുടെ ഒരുപാട് നിശ്ചലമായ ഭാവനകളെയും ഉണർത്തുന്നു. അന്ന് വീടിന്റെ അന്തരീക്ഷം തന്നെ മാറ്റം കാണിക്കും. വാക്കുകളിൽ കൂടുതൽ സാന്ത്വനം, മനസ്സിൽ കൂടുതൽ ശാന്തി, വീട്ടുകാരുടെ ഇടയിൽ അല്പം കൂടുതൽ സൗമ്യത എന്നിവ കാണാം. ഗുരുവായൂരപ്പന്റെ ഭക്തർ പറയാറുണ്ട്, ദീപത്തിന്റെ പ്രകാശം വെറും വെളിച്ചമല്ല, അത് കൃഷ്ണപ്രഭയാണ്. ആ പ്രകാശം നമ്മുടെ വീടിന്റെ ഇരുട്ടുകളും മനസ്സിലെ ആശങ്കകളും ദുഃഖങ്ങളുമൊക്കെ നീക്കി ശാന്തിയും ഭക്തിയും നിറയ്ക്കും. ദീപം തെളിയിക്കുമ്പോൾ ഗുരുവായൂരപ്പനോടായി പറയുക, ഗുരുവായൂരപ്പ, ഈ ദീപത്തിന്റെ പ്രകാശം പോലെ എന്റെ വീട്ടിലും മനസ്സിലും അനുഗ്രഹം നിറയ്ക്കണമേ. അന്ന് മുഴുവൻ വീട്ടിൽ ഒരു സാന്ത്വനതാളം നിലനിൽക്കുന്നതായി നീ സ്വയം അനുഭവിക്കും. ദീപം തെളിയിക്കുക എന്നത് വെറുമൊരു ആചാരമല്ല, അത് ദൈവത്തോട് ദിനാരംഭത്തിലെ ആദ്യ സ്നേഹ അഭിവാദ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി രാവിലെകളിൽ വീട്ടിൽ ദീപം തെളിയിക്കുക. 2. തുളസി ചെടി നട്ടുവെച്ച് പ്രതിദിനം വെള്ളമൊഴിക്കുക. നമുക്കറിയാം, തുളസി ഒരു സാധാരണ ചെടിയല്ല. അത് വിഷ്ണുവിനും കൃഷ്ണനുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട പൂജാസമർപ്പണമാണ്. പുരാണങ്ങളിൽ പറയുന്നുണ്ട്, തുളസിയില്ലാതെ വിഷ്ണുപൂജ പൂർണ്ണമാകില്ല എന്ന്. അതിനാൽ വീടിന്റെ കിഴക്കോ വടക്കോ ഭാഗത്ത് ഒരു തുളസി മഠമുണ്ടാക്കി പ്രതിദിനം വെള്ളമൊഴിക്കുന്നത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വീടിന്റെ അന്തരീക്ഷത്തിൽ പടരാൻ സഹായിക്കുന്നു. പ്രതിദിനം അതിനു വെള്ളമൊഴിക്കുമ്പോൾ മനസ്സിൽ ശുദ്ധമായൊരു പ്രാർത്ഥനയോടെ പറയുക, ഗുരുവായൂരപ്പ, ഈ തുളസിയിലൂടെ എന്റെ വീട്ടിലും മനസ്സിലും നിന്റെ കൃപയുടെ തണൽ നിറയട്ടെ. തുളസിയുടെ ഇലകൾ കാറ്റിൽ ചലിക്കുമ്പോൾ അത് ഒരു ഭക്തന്റെ പ്രാർത്ഥന പോലെ ആകാശത്തേക്ക് ഉയരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. തുളസിയുടെ ചുറ്റും വായുപോലും ശുദ്ധവും ശാന്തവുമാകും. അതുകൊണ്ടുതന്നെ വീട്ടിൽ സ്നേഹവും ആരോഗ്യവും വർദ്ധിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, തുളസി വളർത്തിയില്ലെങ്കിലും വളർന്നു വന്ന തുളസി വാടാതെ ഇരിക്കാൻ നോക്കുക. അത് ദോഷം സൃഷ്ടിക്കാനിടയുണ്ട്. തുളസി വാടാതെ പച്ചയായി തിളങ്ങുന്നത് ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായി കരുതപ്പെടുന്നു. തുളസി സേവനം എന്നത് കൃഷ്ണന് നേരിട്ടുള്ള സേവനമായി കരുതുന്നു. അതുകൊണ്ട് തുളസി സംരക്ഷിക്കുക എന്നത് വെറും പൂജാവിധിയല്ല, ഭഗവാനെ നാം നമ്മുടെ വീടിന്റെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതുപോലെയാണ്. 3. വിഷ്ണുമന്ത്രം അല്ലെങ്കിൽ ഗീതാശ്ലോകം ദിവസവും ചൊല്ലുക. മന്ത്രശബ്ദം മനുഷ്യന്റെ മനസ്സിനെയും വീട്ടിലെ അന്തരീക്ഷത്തെയും മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ്. ഓരോ ദിവസവും ഒരു വിഷ്ണുമന്ത്രമോ ഗീതാശ്ലോകമോ ചൊല്ലുന്നത് വീട്ടിൽ ദൈവിക സ്പന്ദനം നിലനിർത്താനുള്ള ഏറ്റവും എളുപ്പവും ശക്തവുമായ മാർഗമാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ വിഷ്ണുവിന്റെ തന്നെ അവതാരമാണല്ലോ. അതിനാൽ അദ്ദേഹത്തിന്റെ നാമം കേൾക്കുമ്പോൾ ആത്മാവ് ശാന്തതയിലേക്ക് വഴുതിപ്പോകുന്നു. അത് വലിയ പൂജയോ ശാസ്ത്രീയ ചടങ്ങോ ആവണമെന്നില്ല. ചെറുതായി ഹൃദയത്തിൽ നിന്നുള്ള ഭക്തിയുള്ളൊരുച്ചാരണം മാത്രം മതി. ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം, യോ മാം പശ്യതി സർവത്ര സർവം ചമയി പശ്യതി. ഇവ ചൊല്ലുമ്പോൾ മനസ്സിൽ നിന്നുള്ള ദുഷിച്ച ചിന്തകൾ അകലുകയും ദൈവത്തിന്റെ അനുഗ്രഹം മന്ദസ്മിതമായി വീട് മുഴുവൻ നിറയുകയും ചെയ്യും. മന്ത്രശബ്ദം വായുവിലേക്കുയരുമ്പോൾ അത് വീട്ടിലെ അന്തരീക്ഷത്തെയും ആളുകളുടെ മനസ്സിനെയും ശുദ്ധമാക്കും. അന്ന് വീട്ടിൽ പറയുന്ന വാക്കുകൾക്ക് മാധുര്യം ലഭിക്കും, കോപം കുറയും, മനസ്സിൽ സ്നേഹവും ക്ഷമയും വളരും. മന്ത്രം പറയുമ്പോൾ ഓർക്കണം, വാക്കുകൾ വായിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നായിരിക്കണം. അങ്ങനെയായാൽ ആ ഓരോ അക്ഷരവും
ഗുരുവായൂരപ്പന്റെ കൃപയായി തിരിച്ചെത്തും. 4. ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെറിയ നൈവേദ്യം സമർപ്പിക്കുക. ഭഗവാനോട് എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ അതിന്റെ വലുപ്പമല്ല, ഹൃദയത്തിന്റെ ഭക്തിയാണ് പ്രധാനമെന്ന് പുരാണങ്ങൾ പറയുന്നു. ഗുരുവായൂരപ്പന് നൈവേദ്യം അർപ്പിക്കൽ അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. ഒരു ചെറുപാത്രത്തിലെ പായസമോ പഴമോ അല്ലെങ്കിൽ നെയ്യൊഴിച്ച ചോറോ, അവ എത്രാണെന്നോ എന്താണെന്നോ എന്നതിലല്ല കാര്യം, അത് സമർപ്പിക്കുന്ന മനസ്സാണ് പ്രധാനമായത്. ഗുരുവായൂരപ്പനെ ഓർത്തുകൊണ്ട്, ഭഗവാനെ, ഇതു ഞാൻ സ്നേഹത്തോടെ നിനക്കായി സമർപ്പിക്കുന്നു എന്നു പറയുക മാത്രം മതി. നമ്മുടെ ആ സ്നേഹം ദൈവം സ്വീകരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹമായി വീട്ടിലേക്ക് തിരിച്ചെത്തും. വീട്ടിലെ ചെറിയ പൂജാമുറിയിലോ ഗുരുവായൂരപ്പന്റെ ചിത്രത്തിനു മുന്നിലോ ഈ നൈവേദ്യം വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുക: എന്റെ വീടിനുള്ളിൽ എല്ലായ്പ്പോഴും സമാധാനവും സമൃദ്ധിയും നിലനിൽക്കണമേ. അന്നർപ്പിച്ച നൈവേദ്യത്തിന്റെ ഭാഗം കുടുംബാംഗങ്ങൾ ചേർന്ന് പങ്കിടുക. അത് വെറും ഭക്ഷണമല്ല, ദൈവത്തിന്റെ സ്നേഹമാകുന്ന അനുഗ്രഹം പങ്കിടുന്നതാണ്. ഇങ്ങനെ ഓരോ ആഴ്ചയും ചെറിയൊരു നൈവേദ്യം സമർപ്പിക്കുന്നത് ഗുരുവായൂരപ്പന്റെ കൃപയെ വീട്ടിലുറപ്പാക്കുന്ന ഒരു മനോഹരമായ ശീലമാകും. 5. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഒരു ഭക്തന്റെ വീട്ടിൽ ശുചിത്വം വെറും ശാരീരിക ശീലമല്ല, അത് ആത്മികവും ഭക്തിപരവുമായ മാർഗമാണ്. വീട് ശുദ്ധമായിരിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം കൂടുതലായി അനുഭവപ്പെടും. അനാവശ്യമായ വസ്തുക്കൾ, പൊടി പിടിച്ച മുറികൾ, ഇവയെല്ലാം നെഗറ്റീവ് ഊർജ്ജങ്ങളായി നമ്മുടെ ഹൃദയത്തെയും അന്തരീക്ഷത്തെയും ബാധിക്കും. അതിനാൽ വീട്ടിലെ മുറികളും വഴികളും നിയന്ത്രിതമായി വൃത്തിയാക്കുക. വാതിലുകൾ തുറന്ന് ശുദ്ധമായ വായു വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുക. മുറികൾ മൂടിയിരിക്കാൻ ഇടവിടാതെ സന്ധ്യപ്രകാശം എത്തിക്കുക. പ്രകൃതിയുടെ വെളിച്ചവും വീട് ഉൾക്കൊള്ളുമ്പോൾ അത് ഹൃദയത്തിലെ അന്ധകാരവും ആശങ്കകളും മാറ്റിമറിക്കുകയും മനസ്സിനെ ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുകയും ചെയ്യും. ചെറുതായി സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനം അല്ലെങ്കിൽ കുറച്ചു പൂവുകൾ ഉപയോഗിച്ചും വീടിന്റെ അന്തരീക്ഷം സുവാസനയോടെ നിറയ്ക്കാവുന്നതാണ്. ഇവയൊക്കെ വീട്ടിൽ ശാന്തി, സമാധാനം, സന്തോഷം വർദ്ധിപ്പിക്കുന്നു. പൊതുവായി പറയുകയാണെങ്കിൽ, വീട്ടിലും പരിസരത്തും ശുദ്ധമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം സ്വാഭാവികമായി വീട്ടിലെ ഭാഗത്തേക്കും പടരുന്നു. ഇത് വെറും ശുചിത്വം മാത്രമല്ല, ദൈവത്തെ നമ്മൾ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്ന ആത്മീയ പ്രവൃത്തി കൂടിയാണ്. 6. വീട്ടിൽ ശാന്തിയും സൗഹൃദവും പാലിക്കുക. ഭഗവാൻ ശാന്തിയുടെ സ്വരൂപമാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം സജീവമാകാൻ വീടിനുള്ളിലെ അന്തരീക്ഷം ശാന്തവും സൗഹൃദവുമായിരിക്കണം. കോപം, വഴക്ക്, അനുരാഗക്കുറവ് ഇവ ദൈവസാന്നിധ്യത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് വീട്ടിലെ എല്ലാ അംഗങ്ങളും പരസ്പര സൗഹൃദവും സ്നേഹവും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ചെറിയ പ്രശ്നങ്ങളെന്നത് കുടുംബത്തിൽ സ്വാഭാവികമായി നടക്കുന്നതാണ്. എങ്കിലും അത് ദീർഘകാലം നീണ്ടുനിൽക്കുന്ന വൈരാഗ്യമാക്കാതെ ശ്രദ്ധിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വ്യത്യാസമുണ്ടാക്കും. എല്ലാവരെയും ഒരുപോലെ കണ്ട് പരസ്പരം സഹായിക്കുക. മറ്റുള്ളവരോടുള്ള വാക്കുകളിൽ സൗമ്യത പാലിക്കുക. വേദനിപ്പിക്കാതിരിക്കുക. തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കി അനുകമ്പയും ക്ഷമയും കാണിക്കുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചു ചെറിയ സംഭാഷണങ്ങൾ നടത്തുക. ഇവയെല്ലാം സൗഹൃദത്തെ ശക്തിപ്പെടുത്തുകയും വീട്ടിലെ ഭക്തിപരമായ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഭഗവാന്റെ സാന്നിധ്യത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ്. നമ്മളെ സ്നേഹിക്കുന്ന നമ്മോടൊപ്പമുള്ളവർ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും സമാധാനം നിറയും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വീട്ടിൽ സ്വാഭാവികമായി പടരും. 7. ഉറങ്ങുന്നതിനു മുമ്പ് കൃഷ്ണനാമം വിളിക്കുക. നീണ്ടുനിൽക്കുന്ന പ്രാർത്ഥനകൾ വേണ്ട. എത്ര വേദനയിലായാലും മനസ്സു തുറന്നുള്ള ഈ വിളി മാത്രം മതി ദൈവത്തിന് നമ്മിലരികിലേക്കെത്താൻ. ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിൽ അനേകം ചിന്തകളും പ്രവർത്തനങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് ഓരോ ഭക്തനും ഹൃദയത്തിൽ കൃഷ്ണ എന്ന് വിളിക്കണം. ഈ നാമജപം വെറും ശബ്ദമല്ല, ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ദിവ്യധ്യാനമായി മാറി വീട്ടിലെ എല്ലാ ഭാഗത്തും ഒരു ശാന്തി പരത്തുന്നു. നാമസംസ്കാരത്തിലുൾപ്പെടുന്ന സ്നേഹവും ഭക്തിയും മനസ്സിനെ ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്നു. ദുഃഖവും വിഷമവും മാറുകയും മനസ്സിൽ ദൈവിക ഊർജ്ജം പടർത്തി ദുസ്വപ്നങ്ങൾ കാണാതെയുള്ള സുഗമമായ ഉറക്കത്തിന് ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ചെറുതായുള്ള ഈ ഭക്തിപരമായ ശീലത്തെ പാലിക്കുന്നത് നമുക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിലൂടെ വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുവാനുള്ള ശക്തിയുള്ള മാർഗമാണ്.
ദിവസം മുഴുവനുള്ള അന്ധകാരവും ചിന്താവിഘടനവും നശിക്കുകയും രാത്രി മുഴുവൻ മനസ്സിൽ ശാന്തിയും സ്വപ്നങ്ങളിൽ ഭക്തിപരമായ ആശ്വാസവും ഇതിലൂടെ ലഭിക്കുന്നു. ഇവിടെ പറഞ്ഞ ചെറിയ ഭക്തിപരമായ പ്രവർത്തനങ്ങളും ശീലങ്ങളും ശരിയായി പാലിച്ചാൽ നമ്മുടെ വീട്ടിലും മനസ്സിലും ശുദ്ധിയും ശാന്തിയും നിറയും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം സ്വാഭാവികമായി വീട് മുഴുവൻ പടരുകയും ദിവസം മുഴുവൻ നമ്മളെ സംരക്ഷിക്കുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും. അലസത കൂടാതെ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ മനസ്സിനെ ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കാനാകുന്നു. വീട്ടിലെ ഓരോ അംഗത്തിന്റെയും മനസ്സിലും സ്നേഹം, സൗഹൃദം, ക്ഷമ, സഹിഷ്ണുത ഇവ വളരുകയും പരസ്പര ബന്ധങ്ങളിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് പറയാം: ഗുരുവായൂരപ്പ, എന്റെ വീട്ടിലും മനസ്സിലും നിന്റെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കണം. ഞങ്ങളുടെ കുടുംബത്തെ ശാന്തിയും സ്നേഹവും കൊണ്ട് കാത്തുരക്ഷിക്കണമേ. ഓം നമോ നാരായണായ. ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ. നിങ്ങളെപ്പോലെ അവർക്കും ആശ്വാസവും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ. ഹൃദയത്തിൽ ഭക്തി നിലനിർത്തുക. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുക.